നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗോപിക ആരുടെ അടുത്ത് സംസാരിക്കണേ? ചേച്ചിയാ. ചേച്ചിയാണോ? ഗോപിയുടെ ചേച്ചിയാണോ? എങ്കിൽ എനിക്ക് സംസാരിക്കണം. ഹലോ ഹലോ ഹലോ. ഹായ് ഹായ്. അയ്യോ മാമ, വീട്ടിനകത്താണോ ഇത് കത്തിക്കുന്നത്? എന്റെ വീട് ഇങ്ങോട്ട്. മാമ. ശരി ചേച്ചി, ഞാനെന്നേ പിന്നീട് വിളിക്കാം. ശരി. ആ ശരി ചേച്ചി. അയ്യോ എന്റെ ദേവി, മഹേട്ടാ, അമ്മേ, മഹേട്ടാ, ഓടി വാ. അയ്യോ മഹേട്ടാ, ഓടി വാ. ഇത് കണ്ടില്ലേ? അയ്യോ എന്താ? എന്റെ ദേവി, എന്താ പറ്റി? മോനെ, സൂക്ഷിച്ച്. മോനെ ഋഷി. ഇതെന്താ പറ്റിയത്? അയ്യോ, പടക്കം വന്ന് കത്തിയതാ. പടക്കോ? എന്റെ അമ്മേ, എന്തൊരു സൗണ്ട് കേട്ടെ? എടാ പടക്കം കത്തിച്ച് ഈ മുറിയിലേക്കാണോ ഇടുന്നത്? ഇവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ ഈ മുറി മുഴുവൻ കത്തുമായിരുന്നല്ലോ. സിദ്ധുവിനൊരു അബദ്ധം പറ്റിയതാ സാറേ. നീ എന്തിനാ പടക്കം എടുത്ത് അവന് കൊടുത്തത്? അയ്യോ, ഞാൻ കൊടുത്തൊന്നുമല്ല, സിദ്ധുവായിട്ട് പൊട്ടിച്ചതാണ്. ഞാൻ പിടിച്ചു വാങ്ങാൻ നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. ഈ പടക്കം സിദ്ധുവേട്ടൻ എവിടെ നിന്ന് കിട്ടി? ഇന്നലെ കരള് വന്നില്ലേ, അവനെടുത്തതേ. അവര് കാണാതെ ഞാൻ എടുത്തതാ. കണ്ണ് തെറ്റിയ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോളൂ. എന്തായാലും വലിയ അപകടം ഉണ്ടാവാത്തത് ഭാഗ്യമാണ്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് തിരുമേനി നൽകിയ സാരി അമ്മ ദേവിയയ്ക്ക് കിട്ടിയതാ. അവളത് ഗോപികയെ ഏൽപ്പിച്ച് എനിക്ക് തന്നു. ഇതിപ്പോ ഏതാണ്ട് മുഴുവനും കത്തി നശിച്ചു പോയില്ലേ? അയ്യോ മഹേട്ടാ വേണ്ട, വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോന്ന് ഒപ്പിച്ചിട്ട് ഞാൻ ഇവിടെ ഒന്നും ശരിയാവില്ല. ഇത് വല്ലാത്തൊരു അവശകുനം തന്നെ ആയിപ്പോയി. ചിലപ്പോ വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചുള്ള അടയാളം തന്നെ ആയിരിക്കും ഇത്. ജാതക ദോഷം അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. മായേ, എന്റെ മോന്റെ ശ്രദ്ധക്കുറവ് കാരണം ഇതിനകത്തൊരു പടക്കം വീണ് ഈ സാരി കത്തിപ്പോയി, അത്രേ ഉള്ളൂ. അതിനപ്പുറം കൂടുതലൊന്നും തലങ്ങാരിയുടെ കീറി പരിശോധിക്കണ്ട. ഗോപികെ, നീ ഇതൊന്നും കണ്ടും കേട്ടും വിഷമിക്കണ്ട. ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ, പോട്ടെ. ഇനി ഇതേക്കുറിച്ച് ഒരു സംസാരം ആർക്കും വേണ്ട. നിങ്ങളെല്ലാരും ഒന്ന് പുറത്തുപോയേ, എനിക്കിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ മാമ ഞാനും വേണു. അമ്മേ, ഞാൻ ഇത് ബാക്കിയും കൂടി പോയി കത്തിച്ചിട്ട് വരട്ടെ. വാ വാ വാ. ചെല്ല്. ഗോപിക വാ. ചിലപ്പോ വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ചുള്ള അടയാളം തന്നെ ആയിരിക്കും ഇത്. ജാതക ദോഷം അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ.
എടോ തന്റെ വിഷം ഇതുവരെ മാറിയില്ലേ? ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടല്ലല്ലോ സാരി കത്തിപ്പോയത്. സംഭവിച്ചു പോയി, പിന്നെ എന്ത് ചെയ്യാനാവും? എനിക്കിത് വലിയ പ്രയാസമായി ഋഷി. അടുത്ത പ്രാവശ്യം ക്ഷേത്രത്തിലോട്ട് പോകുമ്പോ ഈ കാര്യം തിരുമേനിയോട് പറ. എന്തിനും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. ഇതല്ലെങ്കിൽ ഒരു പക്ഷേ കത്തിപ്പോയ സാരിക്ക് പകരം ദേവി അണിയിച്ച മറ്റൊരു സാരി തിരുമേനി തന്നാലോ? അതുകൊണ്ട് താൻ ഈ സങ്കടമൊക്കെ മാറ്റിവെച്ചിട്ട് വീട്ടിലേക്കൊന്ന് വിളിക്കേ. നാളെ നമ്മുടെ ക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ വകയായിട്ടാണ് നടത്തുന്നത്. അതിലെല്ലാവരും പങ്കെടുക്കണം. ഗോപികയുടെ കുടുംബക്കാരും. ദേവികേച്ചി വിളിച്ചിട്ട് നാളെ എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് പറയും. ശരി. ഗോപു, ചേച്ചി. എന്താ ഗോപിക, എന്തു പറ്റി? നിന്റെ ശബ്ദത്തിന് എന്തോ ഒരു വ്യത്യാസം. നീ സങ്കടപ്പെടുകയാണോ? ചേച്ചി, അമ്മയ്ക്ക് കൊടുത്ത ആ സാരി ഉണ്ടല്ലോ, അത് കത്തിപ്പോയി. കത്തിപ്പോയോ? എങ്ങനെ? സിദ്ധുവേട്ടൻ ഇവിടെ മുറ്റത്ത് പടക്കം പൊട്ടിക്കായിരുന്നു. അപ്പൊ ആ പടക്കം ചെന്ന് അമ്മയുടെ മുറിയിൽ വെച്ചിരുന്ന ആ സാരിയിൽ വീണു. അത് പൊട്ടിച്ചിതറി തീ പടർന്നു. ആ സാരി ആകെ കത്തി നശിച്ചുപോയി. ഈശ്വര, അത് വല്ലാത്ത കഷ്ടായി പോയല്ലോ. ദേവി അണിയിച്ച ആ സാരി കത്തി നശിക്കാന്നൊക്കെ പറഞ്ഞാല് അത് വല്ലാത്ത അപശകനമായി പോയെന്ന ഇവിടെ ചെറിയമ്മയും ചെറിയച്ചനും പറയുന്നു. അതിനാണോ നീ സങ്കടപ്പെടുന്നത്? സാരി കത്തിപ്പോയത് എന്റെ ജാതകദോഷം കൊണ്ടാണെന്ന് അവര് പറയുന്നത്. എന്നിട്ട് ജാനകി മാഡം എന്തു പറഞ്ഞു മോളെ? മാഡം നിന്നെ കുറ്റപ്പെടുത്തിയോ? ഇല്ല, ഇതൊന്നും എന്റെ ജാതകദോഷം കൊണ്ട് ഉണ്ടായതല്ലെന്നാ അമ്മ പറഞ്ഞത്. ഭാഗ്യം, മാഡം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും സത്യം എത്രയും പെട്ടെന്ന് അമ്മയെ അറിയിക്കണം ചേച്ചി. ഇല്ലെങ്കിൽ എനിക്കിവിടെ ഒരിക്കലും സമാധാനമായിട്ട് കഴിയാൻ പറ്റില്ല. ഗോപിക, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ടതില്ല. സമാധാനായിട്ടിരിക്കുക കേട്ടോ. പിന്നെ ചേച്ചി, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ മോളെ, പറഞ്ഞോ. നാളെ ഇവിടുത്തെ അമ്പലത്തില് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടത്രേ. ഋഷി പറഞ്ഞു നിങ്ങളെ എല്ലാരെയും ക്ഷണിക്കാൻ. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യണം. ചേച്ചി എല്ലാരെയും കൂട്ടി ക്ഷേത്രത്തിലോട്ട് വരണം. അതിനെന്താ, വരാലോ. ഗോപിക, ചേച്ചി. ഗോപിക ആരുടെ അടുത്ത് സംസാരിക്കണേ? ചേച്ചിയാ. ചേച്ചിയാണോ? ഗോപികയുടെ ചേച്ചിയാണോ? എങ്കിൽ എനിക്ക് സംസാരിക്കണം. ഹലോ ഹലോ ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.